ഈ ഡെയിലി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലുകളാണ് തോന്നുന്നത്. കാര്യം ഇപ്പം ഈ കുറച്ച് നാൾ, അതായത് 2024 റിപ്പോർട്ട് വന്ന പ്രകാരം ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. അതായത് ടോപ്പ് 2 എന്ന് പറഞ്ഞാൽ 2-ൽ 3-ാം സ്ഥാനം, ടോപ്പ് 5-ലുണ്ട്. ടോപ്പ് 5-ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നതിലുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം. അപ്പം കേരളത്തിൽ മാറ്റം ഉണ്ടായെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? കേരളത്തിലുള്ള ആൾക്കാരുടെ മാത്രം കുഴപ്പമാണോ, അതോ കേരളത്തിലെ ഭരണാധികാരികളുടെ കുഴപ്പമാണോ, അതോ ഭരണാധികാരികൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സിസ്റ്റത്തിന് പാടിച്ചേറുണ്ടായിട്ടുള്ളതാണോ എന്തോ അറിയില്ല. കേരളത്തിലിപ്പം ഡെയിലി കേട്ട് വരുന്ന കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ, ഇങ്ങനെയെല്ലാം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പോകുന്ന പിള്ളേർ വരെ ലഹരിക്ക് അഡിക്റ്റായിട്ട് അടികളുണ്ടാക്കുന്നു, കൊലപാതകങ്ങളുണ്ടാക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ. പിന്നെ വേറൊരു വാർത്ത റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ കടക്കണിയിലുള്ള ആൾക്കാരുടെ എണ്ണം ഏകദേശം 65% ആൾക്കാർ വരുന്നു എന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാരും കടക്കണിയിലാണ്. തൊഴിലില്ലായ്മ, വിലവർദ്ധനവ്, സാധനങ്ങളുടെ വില. ഒരു ഏത്തപ്പഴം, 1 കിലോ ഏത്തപ്പഴത്തിന് ഇപ്പം എന്താണ് വില? അതേപോലെ തന്നെ അരി ആയാലും ഏത്തപ്പഴമായാലും ഗോതമ്പൊടി ആയാലും എന്ത് സാധനങ്ങൾക്കായാലും. ഇത് കേരളത്തിലെ കാര്യം എടുത്താലും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യം എടുത്താലും ഇതിൽ തന്നെ ഒരു മീഡിയം ക്ലാസ് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നേക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ഫുൾ പരാജയം. അതുപോലെ തന്നെയാണ് ഡെയിലി കാണുന്ന അക്രമങ്ങൾ, കത്തിക്കുത്ത്, കൊലപാതകം, ബലാത്സംഗം, ഇങ്ങനെയുള്ള വാർത്തകളും പെരുകി വരുന്നത്. റോഡിൽ ഇറങ്ങിയ ആൾക്കാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥ. റോഡിൽ മാന്യമായിട്ട് ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നതിനായാലും ഒരു കൺട്രോളും ഇല്ല. ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നതെന്ന് എന്നാണ് തോന്നുന്നത്. ഇത് പോലീസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു പിടുത്തവുമില്ല. നോക്കുമ്പോൾ ഏതെങ്കിലും വളവിൽ നിന്ന്, അപകടകരമായിട്ടുള്ള രീതിയിൽ വളവിൽ നിന്ന് സ്കൂട്ടറുകൾ ഹെൽമറ്റ് വയ്ക്കാത്ത ആരാണെന്ന് നോക്കി അവർ പിടിക്കാൻ ഭയങ്കര മിടുക്കാണ്. പക്ഷേ നേരെ മറിച്ച് ഹെൽമറ്റ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും പിടിക്കണം, നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം ഈ വാഹനങ്ങളുടെ അമിത വേഗത, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാണോ മദ്യം കഴിച്ചിട്ടാണോ വാഹനം ഓടിക്കുന്നതെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ടേ. കാര്യം ഇപ്പോൾ ഡെയിലി നടക്കുന്ന വാഹനാപകടങ്ങൾ, എന്തുമാത്രം വലിയ വാഹനാപകടങ്ങളാണ് നടക്കുന്നത്. റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ വന്ന് തട്ടുന്നു, മുട്ടുന്നു. പിന്നെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ ഇടിച്ചിടുന്നു. ഇതൊക്കെ എന്താണിത്? അതുപോലെ തന്നെയാണ് കൊലപാതകം, കൂട്ടക്കൊലപാതകം, ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുന്നു. അതുപോലെ തന്നെ ഈ മറ്റൊരു കാര്യം, ഇപ്പോഴുള്ള സ്ത്രീകളുടെ, അതുപോലെ തന്നെ അതായത് പെൺകുട്ടികൾ ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലാണ് ആൺകുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഓരോ ബന്ധങ്ങളുണ്ടാക്കി അതിൻ്റെ ബാക്കിൽ നിന്ന് ഈ പറയുന്ന പോലെ കൊലപാതകങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു. പഠിക്കാൻ വിടുന്ന പെൺകുട്ടികളൊന്നും കറക്റ്റ് രീതിയിൽ പഠിക്കാൻ പോകുന്നത് എല്ലാവരെയും അല്ല പറയുന്നത്, നല്ലൊരു ശതമാനം. അതായത് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അങ്ങനെ പല സ്ഥലത്തും നടക്കുന്ന വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ രാത്രി ആയാലും വീട്ടിൽ പോവാതെ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോവാതെ പയ്യന്മാരുമായിട്ട് ചുറ്റി നടന്ന് മദ്യം കഴിക്കുക, അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റായിട്ട് അങ്ങനെ നടക്കുക, അവരുമായിട്ട് പോയിട്ട് മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് അവസാനം എന്താണ് പറയുന്നത്, ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് വരിക. വീട്ടുകാരറിയാതെ തന്നെ ഗർഭിണിയായിട്ട് പ്രസവിക്കുമ്പോൾ കുട്ടിയെ നശിപ്പിക്കുക. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത്? ഇതൊക്കെ ഒരു റെഗുലേഷൻ, ഒന്നിനും ഒരു റെഗുലേഷൻ ഇല്ലാതെ ഒരു റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു നിയമത്തിനോ അല്ലെങ്കിൽ പാരൻസിനോ കഴിയാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.